പറയാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി ജീവിതത്തിൽ ഒരാൾക്ക് പോലും പറ്റരുത് എന്ന് പറയാം. എനിക്ക് പറ്റിയ പോലെ ഒരു അബദ്ധം ജീവിതത്തിൽ ഇനി ഒരു മനുഷ്യന് പോലും പറ്റരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ കാരണം ആത്മഹത്യ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, എൻ്റെ ഇതിലില്ലാതാക്കും എന്ന് പറയുന്ന അതിന് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ വക്കീൽ കംപ്ലയിൻറ്റ് എഴുതുന്നുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. കാരണം കൂടെ എന്നെ വിളിച്ചിട്ടും മറ്റുള്ളവരോടാണെങ്കിലും ഇന്നലെ പാതിരാത്രിക്ക് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുനിത ചേച്ചി അങ്ങോട്ട് കുടുങ്ങിക്കോളുമല്ലോ, സുനിത ചേച്ചിയുടെ തലയിലേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞ ആ ഭീഷണി ഉണ്ടല്ലോ, അത് സുനിതടുത്ത് നടക്കില്ല. പോട്ടെ വേണ്ട, എന്തിനാണ് വെറുതെ നമ്മൾ കൊണ്ടുവന്നു, കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു, അവർ ജോലി വിട്ടു, അവർ പോയി, അത് കഴിഞ്ഞേ എന്ന് ഞാൻ വിചാരിച്ച് വീണ്ടും അവർ ഒരു കോംപ്രമൈസിലൂടെ എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും ജോലിക്ക് എടുത്തില്ലെങ്കിലും അവർക്ക് വേണ്ട സഹായങ്ങൾ കൂടെ നിൽക്കുന്നവരോട് കൂടെ നിന്ന് ചെയ്യണമെന്ന് പറയും. ഞാൻ പറയുന്ന വ്യക്തമായിട്ട് പറയാം, എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് തനൂജയാണ്. ഇന്നലെ രാത്രി പോലും വേറെ ആളെ വിളിച്ചിട്ട് പറയുക, ഞാനും എൻ്റെ മകനും കൂടി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ സുനിത ചേച്ചിക്കല്ലേ അത് വരുള്ളൂ. സുനിത ചേച്ചി എന്താ അവിടെ ഒഴിഞ്ഞിരിക്കുന്ന? അതെ, തനു അത് തന്നെ തനു. ഞാൻ ചെയ്തത് എന്താണ്? പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ബച്ചാ രാജ കണ്ടാ, ഇത് കണ്ടാ, ഇതെന്റെ ബംഗാളി എന്റെ മകനാണ്. പരസ്യമായിട്ട് സുനിതയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരു മടിയുമില്ല. എന്റെ മക്കളെക്കാളും എന്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇതാണ്. ഇനി കാണോ നിങ്ങൾക്ക്? ഇനി കാണിച്ചു തരണോ? സ്ത്രീയെ, നിന്റെ കണ്ണിലെ ലോകത്ത് ഒരു ബന്ധമേ ഉള്ളൂ നിനക്കൊക്കെ പറയാനായിട്ട്. ഒരു ബന്ധമേ ഉള്ളൂ. നാണമില്ലേ? ഞാൻ പലരും പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തു എന്റെ ടോർച്ചറിങ് എന്റെ മാനസികാവസ്ഥ ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാൽ ഇന്നലെ വരെ ഈ ഒരു കാര്യം അറിയുന്ന നിമിഷം വരെ വേണ്ട, സ്കിപ്പായി പോവാം, ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഇത് കഴിഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ച് പോയിരുന്ന ഞാൻ ഇവിടെ എന്റെ മകനാണ്, എന്റെ മകൻ. ഞാൻ നിങ്ങളെ പബ്ലിക്കിലാണ് അവനെ ഞാൻ ഉമ്മ കൊടുത്തത്. ആ ഉമ്മ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ എനിക്ക് എന്തെങ്കിലും ഫീലിംഗ്സിൽ ഞാൻ ചെയ്തതാണെന്ന്? എന്തെങ്കിലും ഒരു ഫീലിംഗ്സിലാണ് ഞാൻ ആ ഉമ്മ കൊടുത്തതെന്ന് നിങ്ങൾക്ക് തോന്നിയോ? വൃത്തികെട്ട സ്ത്രീ. വല്ലാത്തൊരു സംഭവമായി പോയി നിങ്ങൾ. ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇപ്പൊ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ആ സ്ത്രീയെ പോയി അടിക്കണം എന്നുള്ള ഒരു വികാരമായിരുന്നു. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് എന്നോട് അറപ്പ് തോന്നിപ്പോയി. എനിക്ക് വെറുപ്പ്. ഞാൻ പതിവതയാണ്, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള സ്ത്രീയല്ല, അങ്ങനെയൊന്നുമല്ല. അവർ മരിച്ച ഞാനാണ് ഉത്തരവാദിത്തം. ഇന്നലെ വിളിച്ചിട്ട് അവർ വേറൊരു ലേഡി എടുത്ത് പറഞ്ഞതാണ്, അവർ മരിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ഉത്തരവാദിത്തം. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. ഞാൻ ഇതുവരെ കംപ്ലൈന്റ് കൊടുക്കാനോ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. ഇല്ല, ഇനി ഞാൻ എന്തിനാ വിളിപ്പിക്കണം? അവരാ? എനിക്ക് പറ്റില്ല, എനിക്കതിന് കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിരന്തരം എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് ഗുളി കഴിക്കണവരെ ഇവിടെ വന്നിട്ട് പറയാനൊന്നുമില്ല. ഞാനിത് നിർത്തിപ്പോയതാണ്. ഈ ബച്ചയുടെ കാര്യത്തിൽ അവൾ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവരെ കെട്ടിപ്പിടിച്ച് ചുണ്ടിലും കവളിലൊക്കെ ഉമ്മ കൊടുക്കുന്നത്, ആ സ്ഥലത്തേക്ക് അവളുടെ മകളെ എങ്ങനെ കൊണ്ടുവരുമെന്ന് അവൾക്ക് പേടിയാണെന്ന്. പിന്നെ ഞാനൊരു ഷോർട്ട് ഫിലിമിൽ തന്തയ്ക്ക് പറക്കാത്ത നായിന്റെ മോളില്ലേ തനൂജ, തന്തയ്ക്ക് പറക്കാത്ത നായിന്റെ മോള് തനൂജ, അവൾ പറയുവാണ്, ഞാൻ എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ഇതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവളെ അഭിനയിപ്പിക്കാൻ വേണ്ടിയുള്ളത് കൊണ്ട് മാത്രം, ആ കുഞ്ഞിന് റോൾ കൊടുക്കാനുള്ളത് മാത്രം റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടതാ. അപ്പോൾ അവിടെ ഒരു ഹിന്ദി നടി വന്നു, വെസ്റ്റ് ബംഗാളിൽ വന്നതാ. ഇവളെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കും? ഇവളെ മാക്സിമം ഇതിന് അവളെ പിഴിഞ്ഞെടുക്കണം. അത് മറ്റുള്ള ലാംഗ്വേജ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞ സ്ത്രീക്ക് ആ വിളിച്ച അവൻ സെലിബ്രിറ്റിയാണ്, അവനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരില്ല, അവനൊരു കേസ് കൊടുത്താൽ ഈ സ്ത്രീ ഇല്ല. എന്നിട്ട് ആ സ്ത്രീ ആ മുഴുവൻ പിഴിഞ്ഞെടുക്കണമെന്ന് പറയുന്ന വൃത്തികെട്ട ലാംഗ്വേജ്. ആ ലാംഗ്വേജ് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇപ്പൊ വരെ ഉറങ്ങിയിട്ടില്ല. ഇനി വേണം എനിക്കൊന്ന് കിടന്നുറങ്ങാൻ. ഒരു പോലീസ്. ഹലോ, വെൽക്കം ബാക്ക്. കേട്ടില്ലേ? ഉദ്ദിഷ്ട കാര്യസാധ്യത്തിൻ്റെ ഉപകാര സ്മരണ. ഞാൻ കുറച്ചു മുമ്പ് ഈ സ്ത്രീയെ പറ്റിയിട്ട്, ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീയെ ഒരുപാട് പാടി പുകഴ്ത്തി വീഡിയോ ചെയ്യുന്ന അമ്മയും കുഞ്ഞിനെയും വെറുതെ വിടൂ, അവരെന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. ആർക്കും ഇങ്ങനെയുള്ളൊരു അബലയായ അമ്മയെയും കുഞ്ഞിനെയും കുറ്റം പറയാൻ ഇഷ്ടമുണ്ടായിട്ടോ, ആ കുറ്റം പറയുക വഴി മറ്റുള്ളവരുടെ അപ്രീതി പിടിച്ചു പറ്റാൻ താല്പര്യമുണ്ടായിട്ടോ, ചീത്തവിളി കേൾക്കാൻ ഇഷ്ടമുണ്ടായിട്ടോ ഒന്നുമല്ല ആരും വീഡിയോ ചെയ്യുന്നത്. പൊതുജനം വഞ്ചിതരാകരുത്. ജനങ്ങൾ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ട്രാപ്പിൽ പെട്ടിട്ട് വഞ്ചിതരായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറിവുള്ള, ഇതിനെപ്പറ്റി കുറച്ചെങ്കിലും ഇത് ജെനുവിനല്ല എന്ന് തോന്നുന്ന ആളുകളെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ കുറേ എണ്ണങ്ങളുണ്ട് ഈ സംസാരിക്കുന്ന ആളുകളെ ക്രൂശിക്കാനും. എന്ന് കരുതി ചീത്ത വിളിക്കുന്നതിനോടും അസഭ്യം പറയുന്നതിനോടുമല്ല ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. മര്യാദയ്ക്ക് ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇവർ ആ കുഞ്ഞിനെ മുൻനിർത്തി മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കാനായിട്ടുള്ള വഴി തേടുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തന്നെ. അതുപോലെ ആ ഹസ്ബൻഡിൻ്റെ കാര്യം 5-6 വർഷം കഴിഞ്ഞതല്ലേ, അയാൾ ഒരുപാട് അനുഭവിച്ചിട്ടായിരിക്കാം കുറേ കാര്യങ്ങൾ നമുക്ക് കുറച്ച് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അയാളുടെ വേറൊരു ജീവിതവുമായിട്ട് തിരഞ്ഞെടുത്ത് പോയി, ഇവർക്ക് ഇവരുടെ ജീവിതവുമായിട്ട് പോയിക്കൂടെ? ഇപ്പോഴും എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് കടന്ന് ഇതേപോലെ പായാരം പറയുന്നത് എന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരെയൊക്കെ അങ്ങോട്ട് വാളെടുത്ത് വെട്ടി തീർത്തേക്കാം എന്നുള്ള രീതിയിൽ ചില സ്ത്രീകൾ
എപ്പോഴും ദിനം പ്രതി ഇവരുടെ ഒരു പ്രൊഫൈലും എടുത്തു വെച്ചിട്ട് സ്ഥിരം വീഡിയോ ചെയ്യുന്നുണ്ട്. ആ അമ്മയും കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഒരാളെ നമുക്ക് ആരാധിക്കാം, ഫാനിസം ഒക്കെ ആകാം, പക്ഷെ അത് അന്ധമായിട്ടാവരുത് അല്ലേ. ഇപ്പോൾ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അവർ ചെയ്യുന്ന എല്ലാ വൃത്തികേടിനും നമ്മൾ കൂട്ടു നിൽക്കണം എന്നൊന്നുമില്ല. അവർ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള, എന്ന് പറയാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അതെ, ഞാൻ ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്ത ഒരാളാണ്. അതിനുശേഷം എനിക്ക് സ്ഥിരമായിട്ട് ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവരൊരു കണ്ടന്റ് ഉണ്ടാക്കി ആ കുഞ്ഞിനെ മുൻനിർത്തി എനിക്കൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ നോക്കണം, അതായതാന്ന് പറഞ്ഞ് വെറുതെ സിമ്പതി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ആളുകളുടെ സിമ്പതി മേടിച്ചിട്ട് കുറേ ക്യാഷ് ആരെങ്കിലും ഒക്കെ ഇട്ടുകൊടുക്കും. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽപ്പെട്ട ഒരാളാണ് ഈ സ്ത്രീ. അതുപോലെ കുറേ എണ്ണമുണ്ട്. ഞാൻ നജിലായുടെ കാര്യം പറഞ്ഞില്ലേ, അവരിപ്പോഴും അത് തന്നെയല്ലേ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവരെയും കുറേ അന്തം ഫാൻസ് അന്തമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. കഴിഞ്ഞ ദിവസം 2 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഉടനെ പറയും കുശുമ്പാണ്, അവർക്ക് കിട്ടാത്തതിൻ്റെ കുശുമ്പാണ്. നിങ്ങൾ കൊടുക്കുന്നവർ കൊടുക്കട്ടെ. ലാസ്റ്റ് വഞ്ചിതരായി കഴിയുമ്പോഴത്തേക്ക് ഈ കൊടുത്തവരെല്ലാം കൂടെ കിടന്ന് അട്ടപ്പടലം കാർച്ചയും ബഹളമായിരിക്കും. അപ്പോൾ അതിനു മുമ്പേ അവർക്കുള്ളതായി ഇനി നിർത്താം. ഇനി സമൂഹത്തിൽ ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ പറയുന്ന നജില എന്ന് പറയുന്ന സ്ത്രീയും അത് തന്നെ, എപ്പോഴും 24 hours കുഞ്ഞുങ്ങൾ. ഈ ലോകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ക്രൂക്കഡായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രശാലികളായിട്ടുള്ള ഇങ്ങനെ മനുഷ്യരെ പിഴിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളെ അറിയണമെങ്കിൽ, അവരേതാണെന്ന് അറിയണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുങ്ങളെ മുൻനിർത്തി യാചിക്കുന്ന സ്ത്രീകൾ. കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തണം, പോറ്റണം, അയ്യോ എൻ്റെ കുഞ്ഞ് അങ്ങനെയാണ്, എൻ്റെ കുഞ്ഞിങ്ങനെയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ പുറത്ത് കാണിച്ചിട്ട് വെളിയിൽ കാണിച്ചിട്ട് മറ്റുള്ളവരോട് യാചിക്കുന്ന സ്ത്രീകൾ. അവർ അത്രയധികം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. ഈ നജില എന്ന് പറയുന്ന സ്ത്രീയെ സ്ഥിരം പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ലല്ലോ. അവരുടെ കുഞ്ഞിനെ അവർ വളർത്തുന്നതിന് ആരോടാണ് അവർ ഈ വീരവാദം അടിക്കുന്നത്? അവർ പ്രസവിച്ച് അവരുടെ സ്വന്തം മക്കളെ അവർ വളർത്തുന്നതിന് ആരോടാണ് ഈ വീരകഥകൾ പറയുന്നത്? ദിനം പ്രതി ഇതാണ്, ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. നിങ്ങളൊരു കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്നെ ജീവിക്കുന്ന സ്ത്രീയാണെന്ന് ഞാൻ പറയും. കാര്യം കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് നിങ്ങളും ആ കുഞ്ഞുങ്ങളെ വീഡിയോയ്ക്ക് മുമ്പിൽ മുഴുവൻ കൊണ്ടുവന്ന് കാണിച്ചതാണ്. എന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ, അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതില്ല, കുഞ്ഞുങ്ങൾക്ക് ഇതില്ല, ഡ്രസ്സില്ല, ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് തന്നെ ജീവിക്കുന്ന സ്ത്രീയാണ്. അതൊരു പരിധി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിർത്താം. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിർത്താം. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആവലാതിയുടെ പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്ത്രീകളെ പറ്റിയിട്ട് ഞാനൊരു കുറേ സ്ത്രീകളുണ്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ മുൻനിർത്തി മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു വാങ്ങി അങ്ങനെ സമ്പാദിച്ച് അങ്ങനെ ഉളുപ്പില്ലാതെ തിന്ന് ജീവിക്കുന്ന കുറച്ച് സ്ത്രീകൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പെടുന്നതാണ് ഈ പറയുന്ന ഇവരൊക്കെ. ഒട്ടുമേ മാറ്റമില്ല. അടുത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന സ്ത്രീയെയും ഇപ്പം ഒരുപാട് ആളുകൾ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഈ നജില എന്ന് പറയുന്ന സ്ത്രീയെയും ഒരു സത്യം വിളിച്ചു പറഞ്ഞ ഒരു താത്തയെ വെറുതെ ഇട്ട് ക്രൂശിക്കുന്നുണ്ട്. അവരെന്താണ് കള്ളം പറഞ്ഞത്? ഈ സ്ത്രീ പറയുന്നുണ്ട് ഒറ്റ അച്ഛനേ ഉള്ളുണ്ട്, ഒരു പിതാവേ ഉള്ളൂ ഈ കുട്ടികൾക്ക്, ആ അച്ഛൻ മരിച്ചു, ആ പാപ്പ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അത് പച്ചക്കള്ളമാണ്. ഇവർക്ക് ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ ആണ് 2 കുട്ടികൾ. ആ ഹസ്ബൻഡ് ഇവരെ ഇട്ടിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി. രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു, ഇവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ആ ആളും ഇവരെ ഇട്ടിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി വേറൊരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ ആളുടെ കാര്യം മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ഈ രണ്ടാമത്തെ ആളിൻ്റെ മോനാണ് ഇളയ കുട്ടി, ബാക്കി രണ്ടും വേറൊരാളിൻ്റെതാണ്. ഈ ഒരു സത്യം അവർ വിളിച്ചു പറഞ്ഞതിന് ഇപ്പോഴും അവർ ഇന്നത്തെ വീഡിയോയിലും അവർ പറയുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുന്നത് പോലെയല്ല. ബാപ്പയുണ്ടെങ്കിൽ എന്തേ വരാത്തത്, എന്തേ നോക്കാത്തത്? ബാപ്പയുണ്ട്, ആദ്യത്തെ 2 കുട്ടികൾക്ക് ബാപ്പയുണ്ടെങ്കിൽ എന്തേ വരാത്തതെന്ന് ചോദിച്ചാൽ ബാപ്പ ചെലവിന് കൊടുക്കുന്നു എന്നൊന്നും അല്ല ആരും പറഞ്ഞത്. ബാപ്പ ചെലവിന് കൊടുക്കുന്നുണ്ടെന്ന് ഒന്നും അല്ല താത്ത പറഞ്ഞത്. ബാപ്പയുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് യത്തീമാണ്, 3 കുഞ്ഞുങ്ങൾക്കും ബാപ്പയില്ല എന്ന് പറഞ്ഞതിനെ മാത്രമാണ് അവർ കള്ളമാണെന്ന് പറഞ്ഞത്. അവർക്കറിയാവുന്ന സത്യസന്ധമായ ഒരു കാര്യം വിളിച്ചു പറഞ്ഞപ്പം നിങ്ങൾ അതിനെ മൂടി വെച്ച് വേറൊരു രീതിയിൽ കൂടെ ആക്കിയിട്ട് വീണ്ടും മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ കണ്ടാൽ ഒരു കുറച്ച് മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ മനസ്സിലാകുന്നവർ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ ആളുകൾ എന്ന് വെച്ചാൽ ഫാനിസം എന്ന് പറയുന്ന ഇവരുടെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടാവും. അവർ ഇവരെ അറ്റാക്ക് ചെയ്തിട്ട് അവരെ പാടി പുകഴ്ത്തി പിന്നെയും മറ്റു പല ആളുകൾക്കും പാവങ്ങൾക്ക് കിട്ടേണ്ട മുതൽ കൂടെ പിടിച്ചു പറിച്ച് ഇവരെ വരുതിയിലാക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് ഈ കൊടുക്കുന്ന ആളുകൾക്ക് പണി കിട്ടിക്കഴിയുമ്പം ഇപ്പം ഈ തനുജയുടെ കാര്യം പറയുന്ന പോലെ വിളിച്ചു പറയാനും വിലപിക്കാനും തുടങ്ങും. അത് തന്നെയാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ 1 അല്ല 10 അല്ല 100 തവണ എത്ര തവണ കൊണ്ടാൽ മനുഷ്യൻ പഠിക്കും?
ഒന്നും പഠിക്കില്ല. വീണ്ടും ഇതേപോലുള്ള ആളുകൾ വരുമ്പോൾ ചൂഷണത്തിന് സാധാരണ പൊതുജനം നിന്നു കൊടുക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറേ ദിവസമായി, ഞാൻ ആ സ്ത്രീയുടെ പേരൊന്നും പറയുന്നില്ല, ഒരു സ്ത്രീ നിരന്തരം ഇവരെ വിറ്റ ഈ തനുജയുടെയൊക്കെ തമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു വ്യൂസ് കിട്ടും അവർക്ക്. അതിനുവേണ്ടി സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയും കുഞ്ഞിനെയും വെറുതെ ഇവിടെ ആരും പിടിച്ചു വെച്ചേക്കുന്നവരെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. അവരുടെ ജീവിതം നോക്കൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സുനിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വളരെ മര്യാദയ്ക്ക് 25,000 എങ്ങാണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് അറിഞ്ഞത് സാലറി. അതുപോലെ തന്നെ ഇവരുടെ അമ്മയുടെ സർജറി അതൊക്കെ ആ സുനിത എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ പോലും നന്ദിയില്ലാതെ അവരെ വളരെ എങ്ങനെ ഏറ്റവും അധികം ഒരു മനുഷ്യനെ എങ്ങനെ വേദനിപ്പിക്കാവോ ആ രീതിയിൽ വേദനിപ്പിക്കണമെങ്കിൽ ഈ സ്ത്രീയുടെ മനസ്സെന്താണ്? ഇവരെ എന്ത് കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഒരു പാവം 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 എന്ന് പറയുന്നത്? മുഖം മൂടിയിട്ട ചെന്നായ അങ്ങനെ പറയാൻ പറ്റൂ. സ്വന്തമായിട്ട് അങ്ങോട്ട് ഇവരെ ചേർത്ത് പിടിച്ച് എവിടെയോ കിടന്ന ഇവരെ കൊണ്ടുവന്ന് വീടും എടുത്തു കൊടുത്ത് സാലറി ഇത്രയും കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇവരുടെ അമ്മയുടെ സർജറി വരെയും ചെയ്തു കൊടുത്ത് ഇതുപോലെ കൊണ്ടു നടന്ന അവർക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ, ഇതുപോലെ അവരെ ചീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരാരാണ്? അപ്പോൾ ഇങ്ങനെയുള്ള മുഖമൂടികളുടെയൊക്കെ കഥ ഇത് തന്നെയാണ്. ഇവരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന കുറേ ആളുകൾ എന്തായിരിക്കും ഇപ്പോഴും അവർക്ക് പറയാനുള്ളത്? ഇപ്പോഴും അവർക്ക് എന്തെങ്കിലും പൊട്ട ന്യായീകരണങ്ങൾ കാണും പറയാനായിട്ട്. ഇത്രയധികം തെളിവുകളുമായിട്ട് പൊതുജനത്തിന് മുമ്പിൽ ഇത്രയധികം തെളിവുകളുമായിട്ട് ഈ സംഭവം വെളിപ്പെട്ടാലും എല്ലാവർക്കും കാണും എന്തെങ്കിലും ഇവരുടെ ഫാൻസിന് എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടാവും. എനിക്ക് ഇതേ പറയാനുള്ളൂ. ഈ പറയുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ആയുധം എന്ന് പറയുന്നത് കുട്ടികളാണ്. ഈ നജ്ല തന്നെ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞുങ്ങളെ വിറ്റിട്ടല്ല, കുഞ്ഞുങ്ങളെ ഇട്ടുകൊടുത്തില്ല, കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ മക്കൾ എൻ്റെ മോള് പൊന്നുമോളാണ്, പൊന്നുപോലെ മോക്ക് പൊന്നുപോലെ സമ്മാനം, പൊന്നുപോലല്ല പൊന്ന് തന്നെയാണ് കിട്ടിയത്. എന്തൊക്കെയാണ് സ്ത്രീ വിളിച്ചു പറയുന്നത്? ആ കുഞ്ഞൊക്കെ മര്യാദയ്ക്കൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല. ഒക്കെ ഒരു അമ്മി വേറെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പോലെ ഒന്നും അല്ല അവർ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നത്. ഒട്ടും ആക്റ്റീവ് അല്ലാതെ ആ കുട്ടിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ കേൾക്കുവേ ഹൃദയം കുത്തിമുറിക്കരുതേ, വേദനിപ്പിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ ഭാഷ ആ കുഞ്ഞുങ്ങൾക്ക് അപമാനമല്ലേ? നിരന്തരം വന്നിരുന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ കൂടെ അതില്ലേ ഇതില്ലേ കക്കൂസില്ലേ, ഇപ്പോൾ വീടുമായിപ്പോൾ കക്കൂസില്ല, അടുക്കളയില്ല, അതില്ല ഇതില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ആ കുഞ്ഞുങ്ങൾക്ക് അപമാനമല്ലേ? അതിലും വലിയ അപമാനം ഒന്നും അല്ല നാട്ടുകാരെന്തെങ്കിലും പറയുന്നത്. സ്വന്തം അമ്മ ചെയ്തു വെക്കുന്നതിനെ കഴിഞ്ഞും വലിയ അപമാനമൊന്നും അല്ല നാട്ടുകാർ പറയുന്നത്. അമ്മ കുഞ്ഞുങ്ങളെ ഇട്ട് ഇങ്ങനെ ഇതുപോലുള്ള അമ്മമാർ, ഈ ഒരു സ്ത്രീ എന്നല്ല ഇതുപോലുള്ള അമ്മമാർ മക്കളെ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് അപമാനിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നിൻ്റെ അമ്മ കരയുന്നു, നിൻ്റെ അമ്മ ഇല്ലക്കം പറയുന്നു, നിൻ്റെ അമ്മ ആരോടെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് ഇത് ചെയ്തതല്ലേ എന്ന് പറയുന്ന അത്രയും അപമാനം വരില്ല ഒരു കമൻറ്റ് കണ്ടാലൊന്നും. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ മക്കളെ അപമാനിച്ചിട്ട് നിങ്ങൾ തന്നെ പറയാണ് ബാക്കിയുള്ളൊരു നെഞ്ചുകുത്തി കീറല്ലേ. ഇന്നലെ ഞാൻ FB-യിൽ ഒരു പോസ്റ്റ് കണ്ടു കേട്ടോ, ഒരു 30 വയസ്സുള്ള ഒരു സഹോദരൻ. ഞാൻ അതിൻ്റെ ആ വീഡിയോ ഒന്ന് ഇവിടെ ഇടാവേ. പോകാൻ പറ്റും. പെങ്ങള് പോയി, അമ്മയെ പോയി, ഇതൊക്കെ ചികിത്സയും എല്ലാം കഴിച്ചിട്ട് ഒന്നും സമ്പാദ്യമായിട്ട് ബാക്കിയില്ല. അച്ഛൻ പോലും സമ്പാദിക്കുന്ന ദിവസം വീട്ടു ചെലവിന് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആരോഗ്യാവസ്ഥയിൽ വരും, എനിക്ക് പണിക്ക് പോകാൻ പറ്റും, എൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. വീടിൻ്റെ പണി ഞാൻ തീർത്ത് തരും, നല്ല വീടുണ്ടാക്കി തരാതെ ഞാൻ പറഞ്ഞിട്ടില്ല. വീട് ഞാൻ ചെയ്യും. എന്നെ ഒന്ന് സഹായിച്ച് ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചു തരണം. ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് സങ്കടാവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ കരയാൻ ഞാൻ സമ്മതിക്കാണ്, ഞാൻ കൊണ്ടുപോകുന്നതാണ് എൻ്റെ അച്ഛനെ. നിങ്ങളുടെ ഇപ്പം എനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. നിങ്ങളുടെ സഹായം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ മാനിപുരം പറയേരിക്കണ്ടി വീട്ടിൽ താമസിക്കുന്ന ഒരു നാട്ടിലെ പ്രിയപ്പെട്ടവനായ ജയചന്ദ്രേട്ടന്റെ പ്രിയപ്പെട്ട മകൻ, വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട ജിൻഡോ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ അതീവ ഗുരുതരമായി വൃക്കാസുഖത്താൽ വലിയ ഗുരുതരാവസ്ഥയിലാണ്. എന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി എന്നോട് സഹായം ചോദിക്കുന്നത്. 200ഓളം ഡാൻസ് ഞാൻ ചെയ്തു. പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, വീട്ടിലേക്കൊന്നും സഹായം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ളൂ. അച്ഛനും ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സഹായിക്കണം.
പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. വീട്ടിൽ വേറെ ആരുമില്ല, അച്ഛനെ നോക്കാൻ ഇളവയ്ക്ക് വരാനില്ല. വീടിന്റെ ലോൺ അടയ്ക്കാനുണ്ട്, വണ്ടിക്ക് ഓടലാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇതൊക്കെയോ ചെയ്യണമെന്നുണ്ട്. കഴിയുന്ന സമയത്ത് ഞാനും ചെയ്തിട്ടുണ്ട്. ശ്വാസതടസ്സമുള്ളത് എന്നെ സഹായിക്കണം. എനിക്ക് ആരുമില്ല, വേറെ ഇവനാണ് എൻ്റെ എല്ലാം. എൻ്റെ ഭാര്യ പോയി, ചെറിയ മോള് പോയി, എല്ലാവരും എന്നെ വീട്ടിൽ പോവുക. ഇവനെ തന്നെയെങ്കിലും നിങ്ങളെല്ലാം കൂടി എനിക്ക് രക്ഷിച്ചു തരണം. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാം. ജീവന്റെ ജീവനായ ഭാര്യ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് 2015 മരണപ്പെട്ടു. SLE രോഗം ബാധിച്ച് ഈ ജയേട്ടന്റെ ആ ഇളയ മകൾ ജിസ്മി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ 16 വയസ്സുള്ളപ്പോ നല്ല വോളിബോൾ താരം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജിസ്മി മോള് 2019 മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എല്ലാരും വിട്ടുപോയി. ഇവനോട് കൈവിടുക പിന്നെ എന്റെ ജീവിതമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാരും എന്നെ സഹായിക്കണം. ഈ കൂപ്പാണ് സാറില്ല, അച്ഛനുണ്ട്. ഒന്നുകൊണ്ട് എനിക്ക് വിഷമിക്കേണ്ട, നാട്ടുകാർ നമ്മളെ സഹായിക്കും. ഓ ചെലവ് വരുന്ന അസുഖമാണെന്ന് അറിഞ്ഞ കണ്ടില്ലേ, കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല, കരഞ്ഞു പോയി, വല്ലാണ്ട് കരഞ്ഞു പോയി. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുമല്ലേ. മറ്റുള്ളവരോട് ഇത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ഇട്ട കാര്യമല്ല. ഇതേപോലെ 100 ജെനുവിനായിട്ടുള്ള കേസുണ്ട്. മറ്റുള്ളവരുടെ ഒരു കൈത്താങ്. ഇത് 35 ലാക്ക് വേണം ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൈകോർക്കേണ്ട ഒരുപാട് കേസുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഒരു സഹായം ആവശ്യമുള്ള ഇതുപോലുള്ള ജെനുവിനായിട്ടുള്ള ഒരുപാട് കേസുകൾ ഉള്ളപ്പോഴാണ് ഇതേപോലെയുള്ള ഫേക്ക് ആയിട്ടുള്ള കുറേ ആളുകൾ, അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല, വീണ്ടും പണിയെടുക്കാതെ ജോലി ചെയ്യാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഇവരൊക്കെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചിലർ പറയും, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്ര രൂപയ്ക്ക് പണിയുന്നുണ്ട്. വീട് സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ടങ്ങ് ജീവിച്ചാൽ പോരെ. ഇതേപോലെ കൈത്താങ് ആവശ്യമുള്ളവരെയാണ് നമ്മൾ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടത്. ഇത് ഒറ്റപ്പെട്ട കേസല്ല. വേറൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു 22 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു ലേഡി. അയ്യോ, അതൊക്കെ കണ്ടാൽ സഹിക്കില്ല. അവരുടെ ശരീരം അരയ്ക്ക് താഴോട്ട് വല്ലാണ്ട് ദശ വളർന്നിങ്ങനെ തൂങ്ങി അടുക്കുകൾ പോലെ കിടക്കുകയാണ്. അവർക്കത് വലിച്ചുകൊണ്ട് വേണം നടക്കാൻ. അവർക്ക് നടക്കാനൊന്നും പറ്റില്ല, അത് വലിച്ചുകൊണ്ട് ജസ്റ്റ് മൂവ് ചെയ്യാനേ അവർക്ക് പറ്റൂ. ആ സർജറി വേണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ അവർക്ക് വേണം. കരയുന്ന കരച്ചിൽ കണ്ടാൽ നമുക്ക് സഹിക്കില്ല. ആ സർജറി ചെയ്യാൻ അവർക്ക് ക്യാഷ് വേണം. അതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ എന്തിനു വെച്ചേക്കുന്ന ക്യാഷാണേലും നമ്മൾ എടുത്ത് കൊടുത്തു പോകും. കാര്യം അതൊക്കെ ജെനുവിനാണ്. അവർക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. അവർക്കൊന്ന് എഴുന്നേറ്റ് നടന്നാൽ മതി. അവരുടെ അമ്മയെ നോക്കാനായിട്ട് എന്തെങ്കിലും ജോലി അവർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ആളുകളുള്ളപ്പോഴാണ് ഇതേപോലെയുള്ള ഫേക്കായിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് ഇതുപോലെ കരയാനും പറയാനും. നജ്ലാക്ക് ഇപ്പോഴും കണ്ണീര് തോർന്നിട്ടില്ല കേട്ടോ. നജ്ലാക്ക് ഇപ്പം ഹസ്ബൻഡിനെ സ്വപ്നം കണ്ട അതിൻ്റെ സങ്കടമാണ്. ചിലപ്പോൾ പറയുന്നേക്കാം ഇങ്ങനെയുള്ളവരില്ലാത്തതാണ് നല്ലത്. ചിലപ്പോൾ പറയുന്നേക്കാം അയ്യോ എനിക്കാരും സങ്കടം പറയാനില്ലല്ലോ, എനിക്കാരും സങ്കടം പറയാനില്ല, എനിക്കെൻ്റെ ദുഃഖം പറയാൻ ആരുമില്ല, എനിക്കൊരു ഇണയില്ലല്ലോ, എൻ്റെ ഇണ പോയില്ലേന്ന്. ചിലപ്പോൾ പറയുന്നത് അതിനാരോ ഇനി അടുത്ത് കല്യാണം കഴിക്കാനായിട്ടുള്ള അടവാണെന്ന് പറയുന്നത്. അതിനെന്തിനാ മക്കൾ കല്യാണം കഴിക്കാനൊന്നുമല്ല, റബ്ബ് തീരുമാനിക്കട്ടെ, മക്കളില്ലേ എന്ന്. ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇപ്പോഴും ആ സ്ത്രീക്ക് സമാധാനവും സന്തോഷവും ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഏത് കാലത്ത് അതിന് സന്തോഷവും സമാധാനവും ഉണ്ടാകാനാ. അതുകൊണ്ട് സഹായം നമ്മൾ ഓരോരുത്തരും, ഇപ്പം നീ ഇഷ്ടമുള്ളത് ചെയ്യ്, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നുള്ള പൊട്ടത്തരം പറയുന്നവരോട് പറയുകയാണ്. എല്ലാവരുടെയും സഹായം ആവശ്യമുള്ള, ഒരു കൈ സഹായം കൊടുത്താൽ ഒന്ന് എഴുന്നേറ്റ് നടന്നാൽ ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഇതുപോലെ ബെഗ് ചെയ്യുന്ന, ഇതുപോലെ യാചിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരെ കാണാതെ ഇതുപോലെ ഊടായ്പുമായിട്ട് നടക്കുന്ന ആളുകളുടെ പുറകെ ദയവായിട്ട് പൊതുജനം ഇനി പോകരുത്. തിരിച്ചറിയണം, ഓരോരുത്തരും മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോഴെങ്കിലും മറ്റൊരാളും ഈ പാതയിൽ വരുന്ന മറ്റേ ആളുകളും ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലല്ലേ നമ്മളെ കൊണ്ട്, പൊതുജനത്തെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവൂ. അപ്പോൾ ഇന്ന് ഈ വിഷയം കണ്ടപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാനായില്ല. കാര്യം കുറേ പേര് ഇവരെ ആരെന്ത് പറഞ്ഞാലും അതിനെ മൂടി വയ്ക്കാനും മറ്റുള്ളവരെ ശകാരിക്കാനും അപമാനിക്കാനുമായിട്ട് കുറേ ആളുകളുണ്ട്. സത്യം എന്തായാലും എത്ര മൂടി പൊതിഞ്ഞു വെച്ചാലും അത് പുറത്തു വരും എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്